ഹലോ ഗേസ്, നമ്മൾ ഇന്ന് യൂട്യൂബിൽ നിരന്തരമായിട്ട് കണ്ട് ഫെമിലിയറായിട്ടുള്ള ഒരു മുഖമാണ് ആയത്തുള്ള അലി ഖാംനെയുടേത്. ഇതിനു മുന്നേ നമുക്ക് ഇദ്ദേഹത്തെ അറിയോ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ പലർക്കും ഇദ്ദേഹത്തെ അറിയുമായിരുന്നില്ല അല്ലേ. ഞാനൊക്കെ പല ചർച്ചകളും പല ന്യൂസുകളിലൊക്കെ ഇങ്ങനെ കണ്ടുപോയിട്ടുണ്ട് എന്നല്ലാണ്ട് ഇദ്ദേഹത്തിനെ കുറിച്ച് പൂർണ്ണമായിട്ട് അന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടുമില്ല. പക്ഷേ നമ്മുടെ ഈ നമ്മുടെ ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം സ്റ്റാർട്ട് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ മരണ വാർത്ത ലോകത്തെ അറിയിക്കുന്ന സമയത്ത് മുതൽ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള നിരന്തരമായ വീഡിയോസ് യൂട്യൂബിൽ പല ആളുകളും ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ കാണുന്ന സമയത്താണ് ആളുകൾ ഇത്രയും ജനങ്ങളെ സ്നേഹിച്ചു ഭരിച്ച ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു എന്ന് പോലും മനസ്സിലാക്കുന്നത്. 30 വർഷത്തോളം ഇറാൻ ഭരിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ഇദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ അവിടുത്തെ ആളുകൾക്ക് അത്രയും ഫെമിലിയറാണ്. നമ്മൾ വിചാരിക്കും ഇദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഇത്ര സ്നേഹിക്കുന്നത് അല്ലേ. കാരണം ഇദ്ദേഹം ഇത്രയും വർഷം ആ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകും. അത്രയും വർഷത്തെ ഒരു അനുഭവം അവിടുത്തെ ജനങ്ങൾക്ക് ഇദ്ദേഹത്തെ കുറിച്ചിട്ടുണ്ട്. അത്രയും വർഷം അദ്ദേഹം ജനങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. ആ സമയത്ത് അദ്ദേഹം കീപ്പ് ചെയ്ത കുറേ നല്ല സ്വഭാവങ്ങൾ, നല്ല ഒരു ഇടപെടലാണ് ആ ജനങ്ങൾ അത്രയും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കയറ്റി വയ്ക്കാനുള്ള കാരണം. അപ്പോൾ ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ തേങ്ങി കുട്ടികൾ തേങ്ങി കരയുന്നു. കുഞ്ഞു മക്കൾ, അത്യാവശ്യം നമ്മുടെ നാട്ടിലൊന്നും 10 വയസ്സായ കുട്ടികൾക്കൊന്നും ഒരു വിവരമില്ല. ഈ 10, 8, 3, 4, 5 വയസ്സായ പെൺകുട്ടികളും ആൺകുട്ടികളടക്കം പിഞ്ചു ഓമനകൾ വരെ കരഞ്ഞ് നെഞ്ഞത്തടിച്ച് കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ കൊണ്ട് നടന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഖബറൊക്കെ ആ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് എത്രയോ ജനങ്ങളാണ് ആ മയ്യത്തിൻ്റെ കട്ടിലിലേക്കൊന്ന് സ്പർശിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ എനിക്ക് നല്ല അത്ഭുതം തോന്നി. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ, അങ്ങനെ ടച്ച് ചെയ്യാൻ, അത്രമാത്രം കരയാൻ, ഒരു അവരുടെ മയ്യത്തോടെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന ആൾ തേങ്ങി കരയുക. അപ്പോൾ അങ്ങനെ ഒരു തേങ്ങി കരച്ചിലിന് ഉണ്ടാവണമെങ്കിൽ അത്രമാത്രം ഇദ്ദേഹം ആ ജനങ്ങളുടെ മനസ്സിലോട്ട് കയറിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ ഞാൻ ഇത് യൂട്യൂബിൽ കുറേ പേര് ഇങ്ങനെ വീഡിയോസ് നിരന്തരമായിട്ടിരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കാണുന്ന സമയത്ത് എനിക്കും തോന്നി എന്ത് നല്ലൊരു ഭരണമാണ് ഇദ്ദേഹം കാഴ്ചയ്ക്ക്. നമ്മുടെ നാട്ടിലുള്ളേ ഭരണാധികാരി, നമ്മളെ ഇന്ത്യക്കും ഇല്ലേ ഭരണാധികാരി അല്ലേ. നമ്മൾ മറ്റു ഒരുപാട് രാജ്യങ്ങൾക്കും ഭരണാധികാരികളുണ്ട്. പക്ഷേ അവർക്കൊക്കെ ചിലപ്പോൾ ഇതുപോലെ നല്ല മനസ്സുകളൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരങ്ങളോ അല്ലെങ്കിൽ അവരെപ്പോഴും ഒരു സേഫായിട്ട് ഇങ്ങനെ പോവുമല്ലേ, ജനങ്ങളെ ടച്ച് ചെയ്യാൻ വേണ്ടി അവർക്ക് ശ്രമിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇദ്ദേഹം പിഞ്ചു മക്കളെയൊക്കെ എടുത്ത് ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകണം ടീമായിട്ട് പോകുന്ന സമയത്ത് ചെറിയ മക്കളെ കാണുമ്പോൾ അദ്ദേഹം കൈകൊണ്ട് ഇങ്ങനെ മാടി വിളിച്ചിട്ട് അതിങ്ങനെ തൊടുന്ന സമയത്ത് അങ്ങനെ എന്താ പറയുക, അങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു ചിരിയുണ്ട്, ഒരു പുഞ്ചിരിയുണ്ട്. അത് നമുക്ക് മനസ്സിലാകും എത്രമാത്രം കുട്ടികളോട് വാത്സല്യമുള്ള ഒരു ഭരണാധികാരി ആയിരുന്നു അദ്ദേഹം എന്ന് നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കുഞ്ഞുമക്കളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മക്കളിങ്ങനെ നിസ്കാരക്കുപ്പാഴൊക്കെ നിൽക്കുകയാണ്. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മക്കളെടുത്ത് വരുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾ പെൺമക്കൾ ഇദ്ദേഹത്തെ കാണുന്ന സമയത്ത് അവരുടെ മുഖത്ത് വരുന്നൊരു ചിരി ഉണ്ടോ, എന്ത് രസമാണ് ആ ചിരി കാണാമെന്നറിയോ. ആ മക്കൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, അവരുടെ ഭാഷ എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഭയങ്കരമായിട്ട് ചിരിക്കുന്നവർ. ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം ആ മക്കളെ മനസ്സിൽ വളരെയധികം സന്തോഷം വരുത്തുന്നുണ്ട്. പിന്നെ സ്ത്രീകൾ അദ്ദേഹത്തിനെ കാണുമ്പോഴുള്ള ഒരു കൈപൊക്കിയുള്ള ഒരു ആലേഖനം ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. കാരണം അവിടെയുള്ള സ്ത്രീകൾ, കുട്ടികൾ, കുഞ്ഞുമക്കളും മറ്റുള്ള സാധാരണ ഉള്ള അവിടുത്തെ പുരുഷന്മാർക്കൊക്കെ എന്തൊരു ഇഷ്ടമാണ് ഇദ്ദേഹത്തിന് അല്ലേ. ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഒരു സാമീപ്യം അവർ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ കണ്ടൊരു കാര്യം, ഇവർ ഈ സാധാരണക്കാരുടെ കൂടെ നിന്നിട്ടൊക്കെയാണ് അവർ പ്രസംഗമാണെങ്കിലും ഈ സാധാരണക്കാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരിയായിട്ട് എനിക്ക് ഇദ്ദേഹത്തിന് തോന്നിയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്തുള്ള ജനസാഗരം നിങ്ങൾ കണ്ടില്ലേ, എന്തോരം ജനങ്ങളാണല്ലേ അദ്ദേഹത്തിൻ്റെ കൂടെ വിടഭാഗങ്ങളിൽ. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് പോയതിൽ
എത്ര അധികമാണ് അദ്ദേഹത്തിന് ജനങ്ങൾ വിഷമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിനെ കൊന്നു അല്ലേ, 30 ബോംബൊക്കെ ഇട്ടിട്ടാണ് കൊന്നത് എന്നൊക്കെ അമേരിക്കക്കാർ വാദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പിന്നിൽ ഇവർക്ക് ഇപ്പോൾ ഈ ഒരു യുദ്ധം നടത്തുവാനും ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്യാനും 2-3 കൂട്ടർ, അതായത് ഇറാനും അമേരിക്കക്കും ഇസ്രായേലും അതിൻ്റേതായുള്ള വാദങ്ങളും അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ എന്തോ ആവട്ടെ. പക്ഷേ ഇതിൽ ഇദ്ദേഹത്തിനെ വധിച്ചു, ഇതിൻ്റെ ഭാര്യ അല്ലേ, ഇതിൻ്റെ ഭാര്യ കാണാൻ എന്തൊരു മൊഞ്ചാണ് അല്ലേ. അതിൻ്റെ ഭാര്യയും അദ്ദേഹം തമ്മിലുള്ള ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് തമ്മിലൊരു ആത്മീയ ബന്ധം അല്ലെങ്കിൽ ആ ഒരു വിവാഹ ബന്ധത്തിൻ്റെ ആയം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു പിഞ്ചു മോളുടെ മോളെന്നാണ് കാണിക്കുന്നത്. ആ പിഞ്ചു മോള് അദ്ദേഹം ഇങ്ങനെ കൊഞ്ചിക്കുന്ന ഒരു വീഡിയോ ഒക്കെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ എനിക്കിങ്ങനെ ഇത് കാണുന്ന സമയത്ത്, ഇദ്ദേഹം മരിച്ചെന്ന് പറയുന്ന സമയത്ത് എനിക്ക് അന്ന് രാത്രി ഉറക്കം വന്നിട്ട്, സത്യം പറയാം. ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ട് അപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെയാണ്, ഇദ്ദേഹത്തിൻ്റെ ഭരണം ഇങ്ങനെയാണ്, കോമൺ ആളുകളുമായിട്ട് അത്രയും ടച്ച് ചെയ്ത് കോമൺ ആളുകളുടെ ഉള്ളിലിരുന്നിട്ടാണ് ഇദ്ദേഹം ജനങ്ങൾക്ക് പലതും പറഞ്ഞു കൊടുക്കുന്നത്, നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നത്, ഓതാൻ പഠിപ്പിക്കുന്നത്. അതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് അന്ന് രാത്രി ഇദ്ദേഹം മരിച്ചു എന്നുള്ളൊരു ന്യൂസ് നമ്മൾ യൂട്യൂബിൽ കണ്ടപ്പോൾ എനിക്ക് അന്ന് ഉറക്കം വന്നില്ല. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഭയങ്കര വിഷമം എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ മദ്രസയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ. നമ്മളെ മദ്രസയിലൊക്കെ നമ്മൾ പ്രോഫറ്റ് മുഹമ്മദിനെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഞാൻ 10ാം ക്ലാസ് വരെ മദ്രസയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ.